കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ 5 വർഷത്തിൽ ഒരിക്കൽ ഭരണം മാറുന്ന തുടർച്ചയായ മാറ്റമെന്ന രീതി തിരുത്തിക്കുറിക്കപ്പെടുമോ അതോ UDF അധികാരം തിരിച്ചുപിടിക്കുമോ എന്ന ആകാംക്ഷയുടെ മുൾമുനയിലാണ് മലയാളി സമൂഹം. വോട്ടെടുപ്പ് കഴിഞ്ഞ് ഫലം വരാൻ ഇനി 6 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഓരോ മുന്നണിയും തങ്ങളുടെ വിജയസാധ്യതകളെക്കുറിച്ച് വിശദമായ കണക്കെടുപ്പുകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് കേവലം ഒരു ഭരണമാറ്റത്തിനായുള്ള പോരാട്ടമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളുടെ പുനർനിർണയം കൂടിയാണ്. ഇടതുമുന്നണി തങ്ങളുടെ ഭരണ തുടർച്ചയുടെ കരുത്ത് പരീക്ഷിക്കുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണി ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണുള്ളത്. മൂന്നാം ശക്തിയായി BJP നടത്തുന്ന പോരാട്ടം ആരുടെ വോട്ടുകളാണ് ചോർത്തുകയെന്നതും നിർണായകമാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധിക്ക് ശേഷം 3ാം തവണയും അധികാരം നിലനിർത്തുകയെന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ്. 2016-ൽ 91 സീറ്റുകളും 2021-ൽ 99 സീറ്റുകളും നേടിയ LDF ഇത്തവണ അത്ര വലിയ ഭൂരിപക്ഷം അവകാശപ്പെടുന്നില്ല. എന്നിരുന്നാലും ഭരണം നിലനിർത്താൻ ആവശ്യമായ ഭൂരിപക്ഷം തങ്ങൾക്ക് ലഭിക്കുമെന്ന് പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടത്തിയ പ്രാഥമിക കണക്കെടുപ്പ് പ്രകാരം 78 സീറ്റുകൾ ഇടതുമുന്നണിക്ക് ഉറപ്പായും ലഭിക്കും. നിലവിലുള്ള പല മണ്ഡലങ്ങളിലും സീറ്റുകൾ കുറയാൻ സാധ്യതയുണ്ടെന്ന് പാർട്ടി തന്നെ സമ്മതിക്കുന്നു. ഭരണവിരുദ്ധ വികാരത്തെക്കാൾ ഉപരിയായി പ്രാദേശികമായി ചില ഘടകങ്ങളും സാമുദായിക ധ്രുവീകരണവുമാണ് സീറ്റുകൾ കുറയാൻ കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എങ്കിലും ഭരണ തുടർച്ച എന്ന ലക്ഷ്യം കൈവരിക്കാൻ 78 സീറ്റുകൾ മതിയാകുമെന്നതാണ് അവരുടെ കണക്കുകൂട്ടൽ. ന്യൂനപക്ഷ വോട്ടുകളിൽ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളിൽ UDF-ന് അനുകൂലമായ ഒരു ചായ്വ് ഇത്തവണ പ്രകടമായെന്ന് CPM സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെ മറികടക്കാൻ ഹിന്ദു പിന്നോക്ക വിഭാഗങ്ങളുടെ, പ്രത്യേകിച്ചും ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ തങ്ങൾക്ക് വലിയ തോതിൽ ലഭിക്കുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും ഈഴവ വോട്ടുകൾ LDF-ന് അനുകൂലമായി ഏകീകരിക്കപ്പെട്ടാൽ അത് വലിയൊരു വിജയത്തിലേക്ക് നയിക്കുമെന്ന് അവർ കരുതുന്നു. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരം തിരിച്ചുപിടിക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി UDF നേതാക്കൾക്കിടയിൽ മുഖ്യമന്ത്രി പദത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചത് ഈ ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. 80 സീറ്റുകൾ UDF ഉറപ്പായും നേടുമെന്നാണ് KPCC വിലയിരുത്തൽ. എന്നാൽ സംസ്ഥാനത്ത് ശക്തമായ ഒരു ഭരണവിരുദ്ധ തരംഗം നിലനിൽക്കുന്നുണ്ടെന്നും അത് വോട്ടെണ്ണുമ്പോൾ പ്രതിഫലിച്ചാൽ സീറ്റ് നില 100-ലേക്ക് ഉയരുമെന്നും അവർ കണക്കുകൂട്ടുന്നു. 15ഓളം സീറ്റുകളിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. ഈ സീറ്റുകൾ കൂടി അനുകൂലമായാൽ വലിയ ഭൂരിപക്ഷം നേടാൻ UDF-ന് സാധിക്കും. ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ UDF-ന് വലിയ രീതിയിൽ കരുത്തേകിയെന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് മലബാർ മേഖലയിലും മധ്യ കേരളത്തിലും മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ UDF-നൊപ്പം ഉറച്ചു നിന്നുവെന്ന് അവർ വിശ്വസിക്കുന്നു. കൂടാതെ LDF-ന് ഉറച്ച വോട്ട് ബാങ്കായ ഈഴവ വോട്ടുകളിൽ ഇത്തവണ വിള്ളൽ ഉണ്ടായെന്നും കൊല്ലം അടക്കമുള്ള ജില്ലകളിൽ UDF-ന് അനുകൂലമായി ഈ വോട്ടുകൾ മറിഞ്ഞുവെന്നും കോൺഗ്രസ് അവകാശപ്പെടുന്നുണ്ട്. 4 ജില്ലകളിൽ ഇടതുപക്ഷം പൂർണ്ണമായും തൂത്തെറിയപ്പെടുമെന്നാണ് UDF-ന്റെ പ്രവചനം. കേരളത്തിൽ ഒരു തൂക്കുസഭ ഉണ്ടാകാനുള്ള സാധ്യതയാണ് BJP മുന്നോട്ട് വെക്കുന്നത്. തങ്ങൾ ഇത്തവണ നിർണായകമായ ഒരു ശക്തിയായി മാറുമെന്നും ഇരു മുന്നണികൾക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യം വന്നാൽ ഭരണം ആര് പിടിക്കുമെന്ന് NDA തീരുമാനിക്കുമെന്നും അവർ അവകാശപ്പെടുന്നു. കുറഞ്ഞത് 4 സീറ്റുകളിൽ തങ്ങൾ വിജയിക്കുമെന്ന് BJP-യും കണക്കുകൂട്ടുന്നു. LDF-ഉം UDF-ഉം തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവാണെങ്കിലും തങ്ങളുടെ ഈ 4-5 സീറ്റുകൾക്ക് വലിയ വില ലഭിക്കുമെന്ന് അവർ കരുതുന്നു. യുവ വോട്ടർമാരിലും സ്ത്രീ വോട്ടർമാരിലും ഉണ്ടായ സ്വാധീനം വോട്ടായി മാറുമെന്നതാണ് അവരുടെ പ്രതീക്ഷ. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നത് യുവ വോട്ടർമാരുടെ കാര്യത്തിലാണ്. ആദ്യമായി വോട്ട് ചെയ്യുന്ന ലക്ഷക്കണക്കിന് യുവാക്കൾ ആർക്കൊപ്പം നിന്നു എന്നത് ഫലത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കും. യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ ഒരു പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. ഇത് ഭരണവിരുദ്ധ വികാരത്തിന് കാരണമായോ അതോ സർക്കാരിന്റെ IT വികസന നയങ്ങളിൽ അവർ ആകൃഷ്ടരായോ എന്നതും കണ്ടറിയണം. സോഷ്യൽ മീഡിയയിലെ സ്വാധീനം ജെൻസി വോട്ടർമാരെ എത്രത്തോളം സ്വാധീനിച്ചു എന്ന കാര്യത്തിൽ മുന്നണികൾക്ക് ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. പ്രമുഖ എഴുത്തുകാരൻ NS മാധവൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പ്രവചനം ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മുൻ തിരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ ഏറെക്കുറെ ശരിയായിരുന്നു എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രവചന പ്രകാരം LDF 75 സീറ്റുകൾ, UDF 65 സീറ്റുകൾ. ഇതനുസരിച്ച് LDF നേരിയ ഭൂരിപക്ഷത്തിൽ അധികാരം നിലനിർത്തും. 3 സീറ്റുകളുടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഈ പ്രവചനം പുറത്തു വന്നതോടെ ഇടതുപക്ഷ ക്യാമ്പുകളിൽ ആവേശം വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെ വെറും ഊഹാപോഹം മാത്രമായാണ് UDF കാണുന്നത്. UDF വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്ന മേഖലയാണ് മലബാർ. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് ശതമാനം ഉയർന്നത് അവർക്ക് പ്രതീക്ഷ നൽകുന്നു. എന്നാൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ LDF തങ്ങളുടെ കോട്ടകൾ കാക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. മധ്യ കേരളം, കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം ഇടതുപക്ഷത്തിന് ഇവിടെ എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് ഈ തിരഞ്ഞെടുപ്പ് തെളിയിക്കും. ക്രൈസ്തവ വോട്ടുകൾ വലിയ രീതിയിൽ UDF-ലേക്ക് മടങ്ങിയോ എന്നതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ BJP ഉയർത്തുന്ന ഭീഷണി ആരെയാണ് കൂടുതൽ ബാധിക്കുക എന്നതും നിർണായകമാണ്. ഈഴവ വോട്ടുകളുടെ ഏകീകരണം ഇവിടെ LDF-ന് തുണയാകുമെന്ന് അവർ കരുതുന്നു. പശ്ചിമ ബംഗാളിലെ വോട്ടെടുപ്പിന് ശേഷം പുറത്തു വരാനിരിക്കുന്ന എക്സിറ്റ് പോളുകൾക്കായി കേരളം കാത്തിരിക്കുകയാണ്.
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണ തുടർച്ചയാണോ അതോ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ തുടക്കമാണോ കേരളം ആഗ്രഹിക്കുന്നതെന്ന് മെയ് 4-ാം തീയതി വ്യക്തമാകും. മുന്നണിക്കുള്ളിലെ ആത്മവിശ്വാസം എന്തു തന്നെയായാലും ജനവിധി എപ്പോഴും അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഭരണവിരുദ്ധ തരംഗം അടിയൊഴുക്കുകളായി മാറിയാൽ UDF-ന് 80 കടക്കാം. എന്നാൽ സർക്കാർ നടപ്പിലാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങളും സാമുദായികമായ പിന്തുണയും വോട്ടായി മാറിയാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുന്നണിക്ക് 3-ാം തവണയും അധികാരം ലഭിക്കും. വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം കൂടുതൽ ചൂടുപിടിച്ച ചർച്ചകളിലേക്കും തർക്കങ്ങളിലേക്കും നീങ്ങുമെന്ന കാര്യത്തിലും തർക്കമില്ല.